എന്താ റൈറ്റ് ആൻസർ. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയില്ല, പറഞ്ഞോ. ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയലോഗ് ചലഞ്ച്. ഒരു ഡയലോഗ് നിങ്ങൾക്ക് രണ്ടാൾക്ക് കേൾപ്പിച്ചേരി മൊബൈലിന്റെ അകത്ത് നിന്നും ആ ഡയലോഗ് ചേച്ചി കാര്യമായിട്ട് എന്താ കാണിക്കുന്നത് ഞാൻ ഇവിടുന്ന് പോയി തരാം. ആ ഡയലോഗ് നമ്മൾ ഇവിടുന്ന് കാണിച്ചു തരും, കേൾപ്പിച്ചു തരും. ആരാണ് എന്താണെന്നൊന്നും പറയണ്ട, ഏതാ സിനിമ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് നേരെ ഡയലോഗിലേക്ക് പോകാം. ചലഞ്ചിലേക്ക് പോയിട്ട് വരാം. ഇന്ന് പ്രൈസ് ഇല്ല, പണിഷ്മെന്റ് ഇല്ല, ഒന്നുമില്ല. ഇത് നമ്മൾ എന്താ ഒന്നുമില്ലാത്ത ഒരു രീതിയിലാണ് ചലഞ്ച്. എന്താ എന്തെങ്കിലും വ്യത്യാസം വേണ്ടേ? എന്റെ പൈസ ഇന്നത്തെ ചലഞ്ച് അതാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോവല്ലേ? എന്താ ഇവിടെ മാറ്റി ഇരിപ്പിച്ചാൽ അവിടെ ഇടങ്ങാറ്, ഇനി നടുവിലേക്ക് ഇരിപ്പിക്കണോ? അപ്പൊ നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോയി തരാം. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ബൂം. ഫസ്റ്റ് ശബ്ദം ഇതാണ്. ഏതാ സിനിമ എന്ന് പറയണേ? സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അന്ന് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. ഇത് ഏത് സിനിമയിലാണ്? സിനിമ ഏതാണ്? സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം റീൽ നമ്മള് അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് പോയി കാണണം. നമ്മളെഴുതിക്കില്ലേ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ. ഹേ പ്രിയരെ, ഐശ്വര്യമണി ചന്ദ്രമാല എന്റെ ജീവിതത്തിൽ ഗുണം ചെയ്തത് എങ്ങനെയാണെന്ന് ഞാൻ പറയട്ടെ. എന്റെ മുഖത്ത് തീരെ രോമ വളർച്ചയില്ലായിരുന്നു. എന്നെ കാണുമ്പോൾ കൂട്ടുകാർ മീശയില്ലാത്തവൻ എന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു. അങ്ങനെ തകർന്നിരിക്കുന്ന സമയത്ത് എനിക്ക് ഈ ഐശ്വര്യമണി ചന്ദ്രമാലയുടെ ഉപായം പറഞ്ഞത് എന്റെ കൂട്ടുകാരൻ അമലാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ എന്റെ മുഖം? ഇത് ഏതാണ് സിനിമ? ഒരു ക്ലൂതര. ആസിഫ് അലിന്റെ സിനിമയായിട്ട് അറിയൂല? അറിയിപ്പോടാ. 1 2 3 4 5 സൺഡേ ഹോളിഡേ എന്ന് കേട്ടില്ല? സിനിമ കേട്ടിട്ടില്ല? നിങ്ങൾ രണ്ടാളും കേട്ടിട്ടില്ല? മണ്ടന്മാരാണ് അവിടെ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് വരാം. ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കും. അടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഫസ്റ്റിലത്തെ ഒരു ഉത്തരം ഗോപിക പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്താ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് വരാം. എന്നെ ഇങ്ങനെ നോക്കിയാൽ ഞാൻ ഉത്തരം പറഞ്ഞേ. എന്താ പറയാ? വെള്ളപ്പെട്ടിന്ന ആർക്കും മനസ്സിലാകുന്ന അല്ല, തെറ്റുത്തരം. ഒരു മാർക്ക് പോയെ. തെറ്റുത്തരം പറഞ്ഞ പോക്കാണ് അത് വേണം കേട്ടാ. തെറ്റുത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മാർക്ക് പോയെ. ഇപ്പൊ 0 അല്ലാതെ ഉള്ളത്. നമുക്ക് പണിഷ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ വെക്കാം. ഓക്കെ. അപ്പൊ അതാ എന്താ പറയാ? ഒരു മാർക്ക് അത് ഞാൻ ഇവക്ക് 0 ആയ സാരി നോക്ക്. മോള് പറയുന്നേ മണ്ടന്മാരെ തിളക്കം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ലേ? സെലീന അതെന്താ ഓർമ്മയില്ലല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് വരാം. അടുത്ത ക്വസ്റ്റ്യൻ പോയ ഒരു മാർക്ക് ഗോപിക അവിടെ പിടിച്ചിരിക്കുകയാണ്.
എന്താ ഒന്നുമില്ല കുബേരൻ കണ്ടിട്ടില്ല. ഇതിങ്ങനെ ഓർത്ത് വെച്ച് നിൽക്കാൻ തോന്നൂല. അടുത്തൊരു എന്താ മെയിൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയായിരിക്കും. പറയട്ടെ, കേൾപ്പിക്കട്ടെടാ. കണ്ടൊന്ന് കൈ എടുത്ത് കെട്ടി വെക്കുക, എന്നിട്ട് ഞാൻ കേൾപ്പിച്ചിട്ട് മതി. 1 അടിക്കാൻ നോക്കണ്ട. അടിയില്ല, കടിയില്ല, ഒന്നുമില്ല, കേൾപ്പിക്കാൻ പോവാണ്. എന്താ നീ ചാണാത്തി കൈ കുത്തി ഇവിടെ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 മൈക്ക് വെച്ചിരുന്നു. എത്ര മാർക്കായിപ്പോ? 2 1 അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് കിട്ടിയാലല്ലേ പറഞ്ഞു. ഇത് കിട്ടിയാലേ പറയാൻ പറ്റും. ഇത് കിട്ടിയിട്ട് ഇതിങ്ങനെ അടിക്കണം, എങ്കിൽ മാത്രമേ അടിക്കല് നടക്കും. എങ്ങനെ വെച്ചാ ഓള് എടുക്കാൻ വരുന്നവരൊക്കെ അടിച്ചങ്ങ് മറിച്ചാണ്. ഇത് കേട്ടാ തന്നെ കടിക്കുന്നേ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം പോലെ. ആർക്കറിയാം? ആർക്കറിയില്ല. നിങ്ങൾ സിനിമ കാണലുണ്ട്? സിനിമ പേര് മീനിയുള്ള നായികയായിട്ടുള്ള എടാ ഇത് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞാ ഇത് ഇവിടെ ആലോചിക്കുന്ന അതേതാ സിനിമ? റൈറ്റ് ആൻസർ. ഒച്ചത്തിൽ വിളിച്ചു പറയാതെ മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. സിനിമ കാണില്ല, കാണലുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാനേ. ഇത് ഏതാണ് സിനിമ? കാഴ്ചയിൽ സുന്ദരന് മണവാളൻ. ഇതിനൊരു ഓർമ്മയില്ലേ? 1 2 അപ്പൊ അതാ പറഞ്ഞോ. ഇതെന്താ രണ്ടാളും ഇങ്ങനെ രണ്ടാക്കും മനസ്സിലായി? ഇത് എടുത്ത് വരുന്നാടെ ഞാൻ പോന്നാട്ടാ. കേൾപ്പിച്ചതാ പറഞ്ഞേ. അല്ല ഇത്ര നേരം എന്താ വേറെ ചേട്ടനെന്താ വെച്ചിക്കൊന്നോ? 1 2 4 ഇത്രയും എണ്ണീട്ട് സമയമില്ല. പുലിവാൽ കല്യാണം കേട്ടില്ല? ഇതിനൊരു ബോധമില്ല, ഇപ്പൊ കേൾപ്പിച്ചതാണ്. അപ്പൊ ഇതാ ബെല്ലിക വെറുതെ ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്. മാർക്ക് ഇല്ല, ഇല്ല. ഇവിടെ എന്തെല്ലോ കളി കളിക്കുന്നുണ്ട്. മോതിരം കഴിച്ച് മാറ്റുന്നുണ്ട്. അടുത്ത റൈറ്റ് ആൻസർ. നല്ല മണ്ണെന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ബാറ്ററി ചാർജ് കിട്ടാൻ. റൈറ്റ് ആൻസർ. ഇത് വെറുതെ വന്നതാണ്. 5 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് വരാം. അപ്പൊ അമ്മ അടിച്ചോ, അടിച്ചോ. എന്താ അടിക്കാത്തേക്ക്? ഏതാ? അല്ല, പോയി കിട്ടി. അടിച്ചോ. 0 ആയാതെ. മോളൊക്കറിയാം. തെങ്കാശി പട്ടണം കേട്ടിക്കാം. തെങ്കാശി പട്ടണം എന്തെന്നാ മായാവി കൂടി ഒരുമിച്ച്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. എന്തോ ആ സുധീയുടെ വണ്ടിയുടെ നമ്പർ എത്രയും നോക്കി പറഞ്ഞു. എന്റെ കയ്യിലുണ്ട് സാർ. ആ ഇവിടുന്ന് കൈ അടിക്കുന്നില്ല, പിടിച്ച് ഞെരിക്കും നമ്മുടെ മോന്തി അങ്ങനെ ഓടിക്കണ്ട. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ഭാര്യമാരുടെ മോഡസ് ഓപ്പറാൻഡി വ്യത്യസ്തമാണെങ്കിലും അവർക്കൊരു പൊതു സ്വഭാവമുണ്ട്. സ്വന്തം ഭർത്താവ്
എന്താ അങ്ങ് മലേഷ്യയിലുള്ള പടം പാടാ പറയണ്ടേ? സിനിമേന്റെ പേരാണ്. അങ്ങ് മലേഷ്യയിലല്ല, സിനിമയുടെ പേരാണ്. റൈറ്റ് ആൻസർ. ഒന്നല്ലേ പിന്നെ ഇപ്പൊ നോക്കാം. 1-6 കേസ് പോയിക്കൊണ്ടിരിക്കുന്നേ. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇനി 5-6 ദിവസം വെള്ളമിറക്കി നടക്കണല്ലേ? അടിച്ചു നോക്കട്ടെ. ഏതാ? മാങ്ങ എന്താ? മാങ്ങയല്ല, ഉത്തരം പറ. ആൻസർ മാങ്ങ 1 2 പറക്കില്ലേ? കിളിച്ചുണ്ട മാങ്ങ. റൈറ്റ് ആൻസർ. കയ്യടിക്കടാ. അടുത്ത കേസ് അവസാന ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അവസാനത്തെ ചോദ്യമാണ് പോയി ചോദിക്കാം. ആരോട് പോയി ചോദിക്കാം? അവസാനത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. guys. അപ്പൊ നമുക്ക് അടുത്ത അവസാനത്തെ തെറ്റിപ്പോന്ന്. അപ്പൊ നമുക്ക് അടുത്ത അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അറിയോ? അതാ ഇത് ന്യായാവി. റൈറ്റ് ആൻസർ. ക്യാരക്ടർ ശ്രാവണി. റൈറ്റ് ആൻസർ. അപ്പൊ നമ്മുടെ ചലഞ്ച് ഇതാ ഇന്നിവിടെ അവസാനിച്ചിട്ടുണ്ട്. അവസാന ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. മാർക്ക് 6. അപ്പൊ ഇന്നത്തെ വിജയ് ഗോപിക. അതാരാ? പുലിക്കാത്ത കളി. ഒരു മണി പോലും ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ടാണ് പൊലിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വിജയ് ഗോപികയാണ്. അപ്പൊ എല്ലാവർക്കും എന്താ എല്ലാവർക്കും ഒന്നുമില്ല. അപ്പൊ ഇന്നത്തെ വിജയ് ഗോപികയാണ്. നല്ല വീഡിയോ അപ്പൊ ഇന്നത്തെ ഇതിനകത്ത് പണിഷ്മെന്റോ പ്രൈസോ ഒന്നുമില്ല. മറ്റേ ഈ സമയത്ത് നമ്മളിത് അമ്മേന്റെ കൈ കൊണ്ട് ഇങ്ങനെ കൊടുപ്പിക്കും, ചൊട്ടി വാങ്ങും, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കലാപരിപാടികളെല്ലാം നമ്മൾ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇന്നത്തെ ചലഞ്ചിന് മാത്രമാണ് ഗൈസ് എന്താ പണിഷ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത. അപ്പോൾ അടുത്ത ചലഞ്ചിന്റെ അകത്ത് നമ്മൾ കിഡിലനായിട്ട് നല്ല കിഡിലൻ പണിഷ്മെന്റ് എല്ലാം ആയിട്ട് വരുന്നതായിരിക്കും. അല്ല, നിങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല. എന്തെങ്കിലും കൈ കിട്ടി അതുകൊണ്ട് കളിക്കുക ഇങ്ങനെ പറയാ. അപ്പൊ എന്താ നല്ല നല്ല വീഡിയോസ് ആയിട്ട് അടുത്ത വീഡിയോ പറഞ്ഞു? ആരാ പറയുന്നത്? അപ്പൊ നല്ല വീഡിയോസുമായി അടുത്ത വീഡിയോ കാണാം. അതിലേക്കും ബൈ. ബൈ.